ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി ബേസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ എക്സാമുകൾക്ക് വേണ്ടി നടത്തുന്ന മോഡൽ എക്സാമാണ് ഇന്ന് നമ്മൾ 30 ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. 30-ൽ 20 GK വിഭാഗത്തും കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ബാക്കി 10 പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളുമാണ്. അപ്പം എല്ലാവരും എക്സാമുള്ള എല്ലാവരും തന്നെ നിങ്ങൾ എങ്ങനെയാണോ OCP എക്സാം എഴുതുന്നത് അതേ മനോഭാവത്തോടെ ഈ എക്സാം മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, ഇവിടെ നമ്മൾ 30 ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ചെറിയൊരു കട്ട് ഓഫ് നമ്മൾ വയ്ക്കുകയാണ്. ഒരു പാസ് മാർക്ക് 17 മാർക്കാണ് പാസ് മാർക്ക്. ഓക്കെ, 17 മാർക്കാണ് പാസ് മാർക്ക്. അപ്പോൾ എല്ലാവരും എക്സാം ചെയ്ത് നോക്കിയതിന് ശേഷം അതിനപ്പുറം മാർക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്നുകൂടി ചെക്കൗട്ട് ചെയ്യുക. എന്നിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്കിപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ചോദ്യമാണ്, 2023 നവംബറിൽ കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ചലച്ചിത്ര താരം. ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ചലച്ചിത്ര താരം കേരള സാക്ഷരതാ മിഷൻ്റെ ആരാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇന്ദ്രൻസ് ആണ്. നമുക്കറിയാം ഈ ഇടയ്ക്ക് SLC പരീക്ഷയൊക്കെ എഴുതി. ഓക്കെ, SLC പരീക്ഷ എഴുതി പത്രത്തൊക്കെ ഉണ്ടായിരുന്നു. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം എന്താണ്? 1998 ആണ്. 1998 ആണ്. 8 ഓക്കെ, 1998 ആണ്. ഇതെങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാം? ജസ്റ്റ് ചെറിയൊരു കോഡ് പോലെ ഓർത്ത് വയ്ക്കാം. എന്താണ്? നമുക്ക് സാക്ഷരത നമ്മൾ പഠിക്കാൻ വേണ്ടി എവിടെയാണ്? സ്കൂളിലല്ലേ പോണത്. അപ്പം ആദ്യത്തെ കുറച്ച് ദിവസം എന്തായിരിക്കും? എന്താണ്? നമ്മളെ സ്കൂളിൽ കൊണ്ടിരുത്തിയതിന് ശേഷം എന്താണ്? നമ്മുടെ നഴ്സറിയിലൊക്കെ ഓക്കെ LKG പ്രീ-KG കൊണ്ട് നമ്മളെ സ്കൂളിൽ ഇരുത്തിയതിന് ശേഷം എന്താണ്? നമ്മളെ അപ്പനും അമ്മനും എന്താണ് വിട്ടിട്ട് നൈസായിട്ട് അവിടെ നിന്ന് വലിയ മാറൂലേ അവർ? അപ്പനും അമ്മയും വീട്ടിൽ വരൂലേ? അപ്പോൾ നമുക്ക് എന്താണ്? നമുക്കവിടെ ഒരു 8ൻ്റെ പണി വെച്ചിട്ടല്ലേ അവർ പോണത്. അത്രയേ ഉള്ളൂ. അതൊന്നും ഓർത്താൽ നമുക്കൊരു 8ൻ്റെ പണി വെച്ചിട്ടാണ് നമ്മൾ അപ്പനോ അമ്മയോ ആരായാലും നഴ്സറി ക്ലാസ്സുകൾ ചെറിയ ക്ലാസ്സുകൾ കൊണ്ട് ചേർത്തതിന് ശേഷം എന്താണ്? നമ്മളവിടെ ഇരുന്ന് കരയും, അവർ വലിഞ്ഞ് പോവും. അപ്പോൾ നമുക്കൊരു 8ൻ്റെ പണിയല്ലേ അത്. അപ്പം 1998 ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ് കണക്ട് ചെയ്ത് വയ്ക്കുക. കേരള സാക്ഷരതാ മിഷൻ്റെ ബ്രാൻഡ് അംബാസഡർ ഇന്ദ്രൻസ് ആണ്. ആരംഭിച്ചത് സാക്ഷരതാ മിഷൻ ആരംഭിച്ചത് 1998 ആണ്. അതുപോലെ തന്നെ സാക്ഷരതാ മിഷൻ്റെ മുഖപത്രം ഏതാണ്? PSC കേട്ടിട്ടുള്ളതാണ്. അക്ഷര കൈരളിയാണ്. അക്ഷരം ഓക്കെ, സാക്ഷരത നല്ലപോലെ എഡ്യൂക്കേഷൻ വേണം. എന്താണ്? നല്ലപോലെ അക്ഷരം വേണമെന്ന് ഓർത്താൽ. അപ്പം അക്ഷര കൈരളി ഏത് സ്ഥാപനത്തിൻ്റെ മുഖപത്രമാണ്? കേരള സാക്ഷരതാ മിഷൻ്റെ ആണ്. സാക്ഷര മിഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പദ്ധതിയുണ്ട്, ചങ്ങാതി എന്ന് പറയുന്ന പദ്ധതി എന്നാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിന് വേണ്ടി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ വഴി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ചങ്ങാതി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരെ മലയാള ഭാഷയും കേരളത്തിൻ്റെ സംസ്കാരവും പഠിപ്പിക്കുന്ന പദ്ധതിയാണ്. സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചങ്ങാതി ഇമ്പോർട്ടൻ്റ് പദ്ധതിയാണ്, കേട്ടിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെ സാക്ഷരതാ മിഷൻ്റെ അതോറിറ്റിയുടെ പേരെന്താണ്? അതോറിറ്റിയുടെ ആസ്ഥാനത്തിൻ്റെ പേര് ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ പേരെന്താണ്? അത് അക്ഷരം എന്നാണ്. ഓക്കെ, അക്ഷരം മറ്റേ മാഗസീനാണ് അക്ഷര കൈരളി. അതുപോലെ തന്നെ ആസ്ഥാനത്തിൻ്റെ പേരാണ് അക്ഷരം. മറക്കല്ലേ, അക്ഷര കൈരളിയും. അടുത്ത ചോദ്യമാണ്, രണ്ടാമത്തെ ചോദ്യമാണ്, 2023 ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഗംഗാ ഡോൾഫിനാണ്. അടുത്ത ചോദ്യമാണ്, മൂന്നാമത്തെ ചോദ്യമാണ്, 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 100ാമത്തെ മെഡൽ ലഭിച്ചത് ഏത് മത്സര ഇനത്തിലാണ്? 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 100ാമത്തെ മെഡൽ ലഭിച്ചത് ഏതിനത്തിലാണ്? PSC ചിലപ്പം കാർഡ് കയറിയൊക്കെ ഇങ്ങനെ GK ചോദിക്കാറുണ്ട്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, വനിതാ കബഡി വിഭാഗത്തിലാണ്. അപ്പം 100ാമത്തെ മെഡൽ നേടിയത് വനിതാ കബഡിയാണ്. ഇനി പുരുഷ കബഡിയിലും ഇന്ത്യക്ക് സ്വർണം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വനിതാ കബഡിയും പുരുഷ കബഡിക്കും സ്വർണം ലഭിച്ചിട്ടുണ്ട്. ടോട്ടലായിട്ട് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് 107 മെഡലുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. പഠിച്ച് വയ്ക്കുക, കേട്ടിട്ടുള്ളതാണിത്. കറണ്ട് അഫയേഴ്സിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് PSC സ്റ്റേറ്റ്മെൻറ്റ് തരത്തിൽ കേട്ടിട്ടുണ്ട്. 107 മെഡലാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 28 സ്വർണ്ണം ഉണ്ടായിരുന്നു, 38 വെള്ളി, 41 വെങ്കലം. അങ്ങനെ ടോട്ടൽ 107 മെഡലുകളാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ 2026 ഏഷ്യൻ ഗെയിംസ് എവിടെ വെച്ചാണ്? 2026 ഐച്ചി നഗോയ ജപ്പാനിലാണ്. ഓക്കെ, ജപ്പാനിലെ ഐച്ചി നഗോയ എന്നീ സ്ഥലങ്ങളിൽ വെച്ചാണ് 2026 ഏഷ്യൻ ഗെയിംസ്. ജപ്പാനിലെ ഐച്ചി നഗോയ എന്നീ സ്ഥലങ്ങളിൽ വെച്ചാണ്. നാലാമത്തെ ചോദ്യമാണ്, കൊയ്നു എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം.
ഓപ്ഷൻ സി ആണ്, ജപ്പാനാണ്. ഓപ്ഷൻ സി ജപ്പാനാണ്. 5ാമത്തെ ചോദ്യമാണ്, 52ാമത് GST കൗൺസിലിൻ അപ്പലേറ്റ് ട്രൈബ്യൂണൽ അധ്യക്ഷൻ്റെ കാലാവധി 67 വയസ്സിൽ നിന്നും എത്ര വയസ്സാണ് ഉയർത്തിയത്? 67 നിന്ന് എത്ര വയസ്സ് ഉയർത്തി? ഓപ്ഷൻ സി ആണ്, 70 വയസ്സാണ് ഉയർത്തി. 70 വയസ്സ്, 67 നിന്ന് 70 വയസ്സിലേക്കാണ് ഉയർത്തിയത്. 6ാമത്തെ ചോദ്യമാണ്, 2028 ഒളിമ്പിക്സിൽ 128 വർഷങ്ങൾക്ക് ശേഷം ഉൾപ്പെടുത്താനൊരുങ്ങുന്ന മത്സര ഇനം? ഏതാണ്? ഓപ്ഷൻ എ ആണ്, ക്രിക്കറ്റാണോ? ഓപ്ഷൻ എ ക്രിക്കറ്റാണ്. 2028 ഒളിമ്പിക്സ് എവിടെ വെച്ചാണ്? ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ്. ഓക്കെ, ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. 7ാമത്തെ ചോദ്യമാണ്, ഏത് രാജ്യത്തിൻ്റെ ചാര സംഘടനയാണ് മൊസാദ്? മൊസാദ് ഏത് രാജ്യത്തിൻ്റെയാണ്? ഓപ്ഷൻ ബി ആണ്, ഇസ്രായേലാണ്. ഇപ്പം നടക്കുന്ന നമ്മുടെ ഇസ്രായേൽ പാലസ്തീൻ വാറൊക്കെ ഉണ്ടല്ലോ, പാലസ്തീൻ വാർ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. ന്യൂസ് പേപ്പറിലുള്ള റീഡിങ്സൊക്കെ വായിച്ചിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. മൊസാദ് അപ്പം ഇസ്രായേലിലുള്ളതാണ്. 8ാമത്തെ ചോദ്യമാണ്, എത്രാമത്തെ ലോകസഭാ തിരഞ്ഞെടുപ്പാണ് 2024 നടക്കാനിരിക്കുന്നത്? എത്രാമത്തെയാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, 18ാം ലോകസഭയാണ്. 9ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരെന്നാണ്? മലയാളിയും ക്യാപ്റ്റനും അദ്ദേഹമായിരുന്നു പ്രശാന്ത് ബാലകൃഷ്ണനാണ്. നമ്മുടെ നടിയായ ലെനയുടെ ഹസ്ബൻഡാണ്. ഓക്കെ, ലെനയുടെ ഹസ്ബൻഡാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ. നമുക്കറിയാം ലെന ഏതിലുണ്ട്? നമ്മുടെ വിക്രമാദിത്യൻ സിനിമ ഉണ്ടല്ലോ, നമ്മുടെ ദുൽഖറും ഉണ്ണിമുകുന്ദൻ്റെ ഒക്കെ ഉള്ളത്, പോലീസൊക്കെ ആവാൻ പോകണം, IPS ആയി സല്യൂട്ട് അടിക്കണം. അതിൽ ദുൽഖറിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കില്ലേ, അവളാണ് ലെന. അവളുടെ ഹസ്ബൻഡാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ. അങ്ങേരാണ് ക്യാപ്റ്റൻ. ഓക്കെ, ക്യാപ്റ്റനും അങ്ങേരാണ്. പ്രശാന്ത് ബാലകൃഷ്ണനാണ് പേര് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം? ഇന്ത്യയിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം ഏതാണ്? ഒഡീഷ, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, ഗോവ. ഏതാണ് ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ? നമ്മുടെ ഗോവയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, ഗോവ. ഗോവയിലെല്ലാം നിറച്ച് വിദേശികളൊക്കെ പറഞ്ഞ ബീച്ചൊക്കെ ഉള്ള, അപ്പം അതനുസരിച്ച് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അവിടെയല്ലേ ലൈറ്റ് ഹൗസൊക്കെ വേണ്ടത്, അത് കടൽ സൈഡ്. അപ്പം അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ടൂറിസ്റ്റ് പ്ലേസൊക്കെ അല്ലേ. അപ്പം അത്യാവശ്യത്തിൽ കൂടുതൽ ലൈറ്റ് ഹൗസൊക്കെ വേണ്ടി വന്നു. അപ്പം ഇന്ത്യയിൽ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ വേദിയായ സംസ്ഥാനം ഏതാണ്? നമ്മുടെ ഗോവയാണ്. ഗോവയിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? നമ്മുടെ മലയാളിയായ PS ശ്രീധരൻ പിള്ളയാണ്. PS ശ്രീധരൻ പിള്ളയാണ് നിലവിലെ ഗോവയുടെ ഗവർണർ. ഓക്കെ, അതുപോലെ തന്നെ ദരിദ്രർ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ദരിദ്രർ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഫസ്റ്റ് നമ്മുടെ കേരളമാണ്. ഓക്കെ, ഏറ്റവും കുറവുള്ളത് കേരളത്താണ്. 2ാം സ്ഥാനം ഗോവയ്ക്കാണ് കേട്ടോ. 2ാം സ്ഥാനം ഗോവ, 3ാം സ്ഥാനം തമിഴ്നാടാണ്. അപ്പോൾ പോയിൻ്റ് കൂടി ഒന്ന് ഓർക്കണം, കറണ്ട് അഫയേഴ്സാണ്. എന്താണ് ദരിദ്രർ ഏറ്റവും കുറവുള്ള ദരിദ്രർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതെന്നിട്ട് തന്നെ ബീഹാറാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം ജാർഖണ്ഡ്, 3ാം സ്ഥാനം മേഘാലയ. ബീഹാർ, ജാർഖണ്ഡ്, മേഘാലയ. ഓക്കെ, ബീഹാർ, ജാർഖണ്ഡ്, മേഘാലയ, അതാണ് ഓർഡർ. 1ാം സ്ഥാനം ബീഹാറിലാണ്, 2ാം സ്ഥാനം ജാർഖണ്ഡ്, 3ാം സ്ഥാനം മേഘാലയ. ഏതാണ് ഏറ്റവും കൂടുതൽ ദരിദ്രർ കൂടുതലുള്ള സംസ്ഥാനം? പക്ഷേ ഏറ്റവും കൂടുതൽ ദരിദ്രർ കുറവുള്ള സംസ്ഥാനം ഏതാണ്? 1ാം സ്ഥാനം നമ്മുടെ കേരളത്തിനാണ്. 2ാം സ്ഥാനം അത് നമ്മളെ സിൽവർ മെഡൽ ഗോവയ്ക്കാണ്. 3ാം സ്ഥാനം ഏതാണ്? തമിഴ്നാടിനാണ്. അടുത്ത ചോദ്യമാണ്, അപവർത്തനാങ്കത്തിൻ്റെ കുറഞ്ഞ മൂല്യം ഏതെന്നാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കുറഞ്ഞ മൂല്യം, ഏറ്റവും കുറഞ്ഞ മൂല്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 1 അപവർത്തനാങ്കത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ മൂല്യം 1. അടുത്ത ചോദ്യമാണ്, 12ാമത്തെ ചോദ്യമാണ്, AC വൈദ്യുതിയെ DC വൈദ്യുതിയാക്കി മാറ്റുന്ന ഉപകരണം. AC വൈദ്യുതിയെ DC ആക്കുന്നത്, AC-നെ DC ആക്കുന്നത് ഓപ്ഷൻ എ ആണ്, റെക്ടിഫയർ ആണ്. ഓക്കെ, റെക്ടിഫയർ ആണ്. AC അതായത് ഇങ്ങനെ പോണ കറണ്ടിനെ DC ആക്കും, ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റുന്നത് ഏതാണ്? റെക്ടിഫയർ ആണ്. റെക്ടിഫയർ, ആംപ്ലിഫയർ അറിയാമല്ലോ, ഒരു സിഗ്നലിൻ്റെ ആംപ്ലിഫൈ ചെയ്യണത്, ഒന്ന് അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടണത്. അതിൽ ഓസിലേറ്റർ എന്താണ്? ഏതാണ് ഓസിലേറ്റർ? നമ്മുടെ റെക്ടിഫയറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ്, അതായത് DC-നെ AC ആക്കുന്നത്. ഓക്കെ, AC-നെ DC ആക്കുന്നത്, ഡയറക്റ്റ് ആൾട്ടർനേറ്റ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കുന്നത് റെക്ടിഫയർ ആണ്. പക്ഷേ അതുപോലെ തന്നെ DC-നെ ഡയറക്റ്റ് കറണ്ടിനെ വീണ്ടും ഓൾട്ടർനേറ്റീവ് കറണ്ട് AC ആക്കുന്നത് ആരാണ്? ഓസിലേറ്ററാണ്. ട്രാൻസ്ഫോമർ അറിയാലോ, എന്താണ് ട്രാൻസ്ഫോമർ? AC കറണ്ടിൻ്റെ വോൾട്ടത. ഓക്കെ, വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്ന ഉപകരണത്തിനാണ് നമ്മൾ ഏതാണ്? ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. 13ാമത്തെ ചോദ്യമാണ്, 50 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായ ഫാരൻഹീറ്റ് താപനില എത്രയെന്നാണ്?
ഏതാണ് പി സി ഇടയ്ക്ക് കേൾക്കുന്ന ഒരു ഭാഗമാണ് ഇതിനെ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കുന്നത്. ഒരു ജസ്റ്റ് ഫോർമുല ഉണ്ട്. ഏതാണ് ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കുന്നത്? F = C ഇൻറ്റു, അതായത് സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ് ഡിഗ്രി സെൽഷ്യസിൽ തന്നിരിക്കുന്ന വാല്യൂ C × 9/5 + 32. അപ്പോൾ ഇതിൽ ഈ വാല്യൂസ് സബ്മിറ്റ് ചെയ്യുമ്പം എഫിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഫാരൻഹീറ്റ് F = C × 9/5 + 32 ആണ്. ഈ ഫോർമുലയിൽ ഇടുമ്പോൾ ഉത്തരം കിട്ടും. ഇതിൻ്റെ ചെയ്തതിന് ശേഷം ഇതിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഏതാണ് ഉത്തരമെന്ന്. ഓക്കെ, 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നോക്കണം. ഈ ഫോർമുലയിൽ ഇട്ട F = ഫാരൻഹീറ്റ് = ഡിഗ്രി സെൽഷ്യസ് C × 9/5 + 32 ഇടുമ്പം ഡിഗ്രി സെൽഷ്യസിൻ്റെ ഏതാണ് ഫാരൻഹീറ്റ് വാല്യൂ കിട്ടും. അടുത്ത ചോദ്യമാണ് 14ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ത്രിബന്ധനമുള്ള ട്രിപ്പിൾ ബോണ്ടുള്ള സംയുക്തം ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ബ്യൂട്ടൈൻ ആണ്. ഓപ്ഷൻ ബി ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ എന്താണ് ത്രിബന്ധനം? ട്രിപ്പിൾ ബോണ്ട് എന്നൊന്നാണ് 3 ഇലക്ട്രോണുകളെ തമ്മിൽ എന്താണ് പങ്കുവച്ചുള്ള ഒരു ബോണ്ടിങ്ങിനാണ്, സഹസംയോജക ബന്ധനത്തിനാണ് നമ്മൾ ത്രിബന്ധനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ട് ജോഡി ഇലക്ട്രോൺ തന്മാത്രകളെ പങ്കുവച്ചുകൊണ്ടുള്ള സഹസംയോജക ബന്ധനമാണ് നമ്മൾ എന്താണ് ദ്വിബന്ധനം എന്ന് പറയുന്നത്. ഓക്കെ, ഡബിൾ ബോണ്ടിങ് അഥവാ ദ്വിബന്ധനം. മറ്റ് ത്രിബന്ധനം. ഓക്കെ, 3 ജോഡിയാണെങ്കിൽ ത്രിബന്ധനം, 2 ആണെങ്കിൽ ദ്വിബന്ധനം. 15ാമത്തെ ചോദ്യമാണ്. STPയിൽ സ്ഥിതി ചെയ്യുന്ന 2 മോൾ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം എത്ര? 2 മോൾ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം എത്രയാണ്? പി സി കേട്ടിട്ടുള്ള ചോദ്യമാണ്. ജസ്റ്റ് ഒന്ന് മനപ്പാടാക്കി വയ്ക്കുക. ഏതാണ്? 44.8 ലിറ്ററാണ്. ഓക്കെ, എസ് ടി പിയിലാണെങ്കിൽ 44.8 ലിറ്ററാണ് 2 മോൾ അമോണിയ. അപ്പോൾ 1 മോൾ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം എസ് ടി പിയിലാണെങ്കിൽ എത്ര കിട്ടും? അത് 22.4 ആണ്. ഓക്കെ, 22.4 ആണ്. അപ്പോൾ 15ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 16ാമത്തെ ചോദ്യമാണ്. ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്? ശരിയായ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയെന്നാണ്? ഒരു പീരീഡിൽ ഇടതുനിന്നും വലത്തോട്ട് പോകുമ്പോൾ മൂലകങ്ങളുടെ ലോഹ സ്വഭാവം കുറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ ആറ്റമുള്ള ലോഹം ഫ്രാൻസിയമാണ്. 3ാമത്തെയാണ് ഡി ബ്ലോക്കിലെയും എഫ് ബ്ലോക്കിലെയും മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. 4ാമത്തെയാണ് ഒരേ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അയോണികരുടെ ഊർജം കുറയുന്നു. ഇവയിൽ ഏതൊക്കെയാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 1, 2, 4 ഓക്കെ, 3 ഓക്കെ, 1, 2, 4 ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ. അതായത് ഒരു പീരീഡിൽ ഇടതു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ മൂലകങ്ങളുടെ ലോഹ സ്വഭാവം കുറയുന്നു. ഏറ്റവും വലിപ്പം കൂടിയ ആറ്റമുള്ള മൂലകം ഫ്രാൻസിയം. അതുപോലെ തന്നെ 4ാമത്തെയാണ് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അയോണിക ഊർജ്ജം കുറയുന്നു. പ്രാതിനിധ്യ മൂലകങ്ങൾ ഏതൊക്കെയാണ്? എസും പിയും ആണ്. ഓക്കെ, എസ് ബ്ലോക്കും പി ബ്ലോക്കുമാണ്. എസ് ബ്ലോക്കിലെ മൂലകങ്ങളും അതുപോലെ തന്നെ പി ബ്ലോക്കിലെ മൂലകങ്ങളുമാണ് എന്താണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. ഓക്കെ, പ്രാതിനിധ്യ എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്നത് എസ്സിലെയും പിയിലുള്ളതാണ്. ഓക്കെ, എസ്സിലെയും പിയിലുള്ളതാണ്. നിങ്ങളിനി പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചെറിയൊരു പോർഷനുണ്ട്. അത് നമ്മുടെ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഡയഗ്രാമുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ടും ഓർത്ത് വയ്ക്കണം. ഓക്കെ, ആ ഡയഗ്രാം ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇങ്ങനെയാണ്. നമ്മൾ ഏതാണ് ഒരു റെപ്രസെൻറ്റ് ചെയ്യണം. ഒരു പീരിയോഡിക് ടേബിളിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. ജസ്റ്റ് ഞാൻ വരയ്ക്കുമ്പോൾ ഒന്ന് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് എലമെൻറ്റ്സ്. ഇത് എന്താണ് മുകളിൽ നിന്ന് താഴോട്ടും അതുപോലെ തന്നെ ഇടത്തുനിന്ന് വലത്തോട്ടും ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. എന്താണ് നമ്മുടെ പിക്ചോറിക്കൽ മെമ്മറിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ പറയണ കാര്യം എന്തെടുക്കണം? ഒരു പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്തായിരിക്കും? സൈസ് ഓഫ് ആറ്റം എന്തായിരിക്കും? ഇവിടുത്തെ ആറ്റത്തിൻ്റെ സൈസും ഇവിടുത്തെ ആറ്റത്തിൻ്റെ സൈസിൻ്റെ ഡിഫറൻസ് ഉണ്ടാ. അതായത് ഒരു പീരിയോഡിക് ടേബിളിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്താണ് ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ തിരിച്ചിതെന്താണ്? ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ
ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്താണ് ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും, കുറഞ്ഞു വരും. ഇത്രയും കിട്ടുമല്ലോ. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പം ആറ്റത്തിൻ്റെ സൈസ് വലിപ്പം കൂടുന്നു, ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പം ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ എന്തായിരിക്കും, നമ്പർ ഓഫ് ഷെൽസും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഷെല്ലുകളുടെ എണ്ണവും ഇൻക്രീസ് ചെയ്യും. അതായത് ആറ്റത്തിൻ്റെ വലിപ്പം മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്താണ് ആറ്റത്തിൻ്റെ വലിപ്പം കൂടി എന്താണ് സ്വാഭാവികമായിട്ടും ഷെല്ലുകളുടെ എണ്ണം എന്താണ് നമ്പർ ഓഫ് ഷെൽസും ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ആറ്റത്തിൻ്റെ റേഡിയസും ഇൻക്രീസ് ചെയ്യും. ഇതേ കാര്യം തന്നെയാണ് താഴോട്ടും. എന്താണ് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പം ആറ്റത്തിൻ്റെ സൈസ് കുറയുന്നു, ആറ്റത്തിൻ്റെ ഷെല്ലുകളുടെ എണ്ണം കുറയുന്നു. അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ആറ്റത്തിൻ്റെ റേഡിയസ് കുറയുന്നു. അപ്പം പീരിയോഡിക് ടേബിളിൽ നിന്ന് മുകളിൽ താഴോട്ട് വരുമ്പം ഓരോ എലമെൻസും ഇതെല്ലാം ഓരോ എലമെൻസ് എന്ന് മനസ്സിലാക്കണം. ജസ്റ്റ് ഒരു ഡയഗ്രാം പോലെ വരച്ചെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം കിട്ടുമല്ലോ, ഇത്രയും കാര്യം കിട്ടുമല്ലോ. അപ്പം നമ്പർ ഓഫ് ഷെൽസ്, നമ്പർ ഓഫ് സൈസ് ഓഫ് ആറ്റം, റേഡിയസ് ഓഫ് ആറ്റം. അതുപോലെ തന്നെ ഒരു പീരിയോഡിക് ടേബിൾ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്താണ് പറഞ്ഞത്, ഒരു പീരിയോഡിക് ടേബിളിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്തായിരിക്കും ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയുന്നു. ഓക്കെ, സൈസ് കൂടിയപ്പോഴാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറഞ്ഞത്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ സൈസ് കുറയുന്നുണ്ട്, സ്വാഭാവികമായിട്ട് ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയുന്നുണ്ട്. ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയുമ്പോൾ എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. അതുപോലെ തന്നെ ഇവിടെയും ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടി വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. അതാണ് ഓക്കെ, മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുന്നുണ്ട്, സൈസ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോഴും എന്താണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയുന്നുണ്ട്, അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെയാണ് ഒരു പീരിയോഡിക് ടേബിളിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പം എന്താണ് ലോഹ സ്വഭാവം കൂടുന്നുണ്ട്. അപ്പോൾ ലോഹ സ്വഭാവം കൂടുമ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് അലോഹ സ്വഭാവം കുറയും. തിരിച്ചും അതേപോലെ തന്നെ എന്താണ് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്താണ് ലോഹ സ്വഭാവം കുറയുന്നു. ഓക്കെ, ലോഹ സ്വഭാവം കുറയുന്നു. അതുപോലെ തന്നെ അലോഹ സ്വഭാവം കൂടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊന്ന് പഠിച്ചു വയ്ക്കണം. ഒരു പോയിൻ്റ് കൂടി ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പം അയോണിക ഊർജ്ജം കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ കൂടുന്ന ഐറ്റംസ് ആണ്, ഒന്ന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്നുണ്ട്, ഒന്ന് അയോണിക ഊർജ്ജം കൂടുന്നുണ്ട്, ഒന്ന് അലോഹ സ്വഭാവം കൂടുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പം കൂടുന്ന ഐറ്റംസ് ആണ് ഏതാണ്, നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നുണ്ട്, സൈസ് ഓഫ് ആറ്റം കൂടുന്നുണ്ട്, റേഡിയസ് ഓഫ് ആറ്റം കൂടുന്നുണ്ട്, ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുന്നുണ്ട്, ലോഹ സ്വഭാവവും കൂടുന്നുണ്ട്. ബാക്കിയെല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഈ ചെറിയൊരു ഡയഗ്രാം വരച്ച് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ മാർക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പം ഒന്ന് നോക്കുക, അല്പം കൺഫ്യൂഷൻ ആക്കണതാണ്. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയതിന് ശേഷം ഒരു പേപ്പർ എടുത്ത് ഡയഗ്രാം വരച്ചതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ആ റാങ്ക് ഫയൽ കൂടി ഒന്ന് ഓട്ടിച്ച് വായിച്ചു പോവുക. 17ാമത്തെ ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നവയിൽ അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകാനുള്ളതാണ് ഹോർമോൺസ്. ബയോളജി ഭാഗത്ത് നിന്ന് ഹോർമോൺസ് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പഠിച്ചിട്ട് പോകണം, പഠിക്കാതെ പോകല്ലോ. ഹോർമോൺസ് എന്താണ്, അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അൾഡോസ്റ്റിറോൺ ആണ്. ഓക്കെ, അൾഡോസ്റ്റിറോൺ ആണ്. 18ാമത്തെ ചോദ്യമാണ്, കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിൽ 2023-24 കാലഘട്ടത്തിൽ എല്ലാ പരീക്ഷകൾക്കും 1, 2, 3 കേരള സർക്കാർ പദ്ധതികൾ, കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഇമ്പോർട്ടൻ്റ്. കേരള സർക്കാർ തന്നെയാണ്, കേന്ദ്ര സർക്കാരും ചോദിക്കാറുണ്ട്. രണ്ടും മാറി ചോദിക്കാറുണ്ട്. പഠിച്ചിട്ട് പോകണം, ഒരു പോയിൻ്റ് പോലും വിടാതെ പഠിച്ചിട്ട് പോകണം. കാരണം ഷുവർ ഷോട്ടാണ്, 2 ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പം പദ്ധതികൾ കേരള സർക്കാരും കേന്ദ്ര സർക്കാർ പ്രധാനപ്പെട്ട പദ്ധതികൾ പഠിച്ചിട്ട് വേണം. യൂട്യൂബിൽ നിറച്ച് വീഡിയോസ് കാണും, ഏതെങ്കിലും വീഡിയോകളൊക്കെ കണ്ട് മുഴുവൻ കംപ്ലീറ്റ് അരച്ച് കലക്കി പദ്ധതികൾ പഠിച്ചിട്ട് വേണം. ഓക്കെ, പ്രോജക്റ്റുകൾ പഠിച്ചിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും പറയില്ല, ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് പ്രോജക്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ISROയുടെ പുതിയ പദ്ധതികൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേതാണ് സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി? ഓപ്ഷൻ എ ആണ്, സുഹൃതമാണ്. 19ാമത്തെ ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പ്രോട്ടീനിനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന എൻസൈം? പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുന്ന എൻസൈം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഏതാണ്? ട്രിപ്സിനാണ്. ഓക്കെ, ട്രിപ്പ് കൊടുത്തിട്ടിരിക്കുന്നത് ഓർത്താൽ മതി. ട്രിപ്സിനാണ്. പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നതാണ് ട്രിപ്സിൻ. 20ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തതിൽ ഉച്ഛ്വാസം നടക്കുന്ന സാഹചര്യം ഏത്?
ഉച്ഛ്വാസം നടക്കുന്ന സാഹചര്യം. ഓപ്ഷൻസ് വായിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അന്തരീക്ഷ മർദ്ദം ഔജസാക്ഷ്യ മർദ്ദത്തേക്കാൾ കൂടുമ്പോഴാണ് ഉച്ഛ്വാസം നടക്കുന്നത്. അടുത്ത 10 ചോദ്യങ്ങൾ നമ്മുടെ പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങളാണ്. 21ാമത്തെ ചോദ്യമാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസറായി നിയമിക്കപ്പെടാനുള്ള പ്രായപരിധി. സ്പെഷ്യൽ പോലീസ് ഓഫീസറായി നിയമിക്കപ്പെടാനുള്ള പ്രായപരിധി. നമ്മുടെ ഇലക്ഷനൊക്കെ വേണ്ടി സ്പെഷ്യൽ പോലീസ് ഉണ്ടാവല്ലോ, പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, 18നും 60 വയസ്സിനും ഇടയിലാണ്. 22ാമത്തെ ചോദ്യമാണ് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 14 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 14 ഇവിടെ പറയുന്ന സെക്ഷൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ട് വേണം. ഏതാണ്? പോലീസ് സേനയുടെ പൊതുവായ ഘടനയെ പറ്റിയാണ് സെക്ഷൻ 14. 23ാമത്തെ ചോദ്യമാണ് ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് അധികാരം നൽകുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സെക്ഷൻ 77 ആണ്. സെക്ഷൻ 77 ആണ്. 24ാമത്തെ ചോദ്യമാണ് വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ നടക്കുന്ന അസ്വാഭാവിക മരണമാണ് സ്ത്രീധന ബന്ധപ്പെട്ട് മരണകാരണമായി കണക്കാക്കുന്നത്? എത്ര വർഷമാണ്? ഇതൊക്കെ പഠിച്ചു വച്ചിരിക്കണം, എന്ന് ഭാവിയിലെങ്കിലും ഉപകാരപ്പെടും. ഓപ്ഷൻ സി ആണ്, 7 വർഷമാണ്. ഓക്കെ, സ്ത്രീധനം 7 വർഷമാണ്. 25ാമത്തെ ചോദ്യമാണ് ഒരു വ്യക്തി എത്ര വയസ്സിന് താഴെ ആണെങ്കിലാണ് പോലീസ് അയാളെ ഒരു കേസിന് സാക്ഷിയായി എവിടെയെങ്കിലും ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ലാത്തത്? എത്ര വയസ്സ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, 15 ആണ്. ഓപ്ഷൻ എ 15 ആണ്. 26ാമത്തെ ചോദ്യമാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും മെഡിക്കൽ പരിശോധന നടത്തണമെന്ന് നിർദ്ദേശിക്കുന്ന CRPC വകുപ്പ്. മെഡിക്കൽ പരിശോധന നടത്തണമെന്ന് നിർദ്ദേശിക്കുന്ന CRPC വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സെക്ഷൻ 54 ആണ്. സെക്ഷൻ 54 ആണ്. 27ാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ബലാത്സംഗത്തിന് ശിക്ഷ ഏത് വകുപ്പിലാണ് പറയുന്നത്? ഏത് വകുപ്പാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, സെക്ഷൻ 376 സെക്ഷൻ 376. 28ാമത്തെ ചോദ്യമാണ് IPC സെക്ഷൻ 302 പ്രകാരം കൊലപാതകത്തിനുള്ള ശിക്ഷ. സെക്ഷൻ 302 പ്രകാരമുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ്. 29ാമത്തെ ചോദ്യമാണ് എത്ര തരത്തിലുള്ള ശിക്ഷകളാണ് IPCയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? എത്ര തരത്തിലുള്ള ശിക്ഷകളാണ്? എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. 5 തരത്തിലുള്ള ശിക്ഷകളാണ്. ഓക്കെ, 5 തരത്തിലുള്ള ശിക്ഷകളാണ്. ലാസ്റ്റ് ചോദ്യം 30ാമത്തെ ചോദ്യമാണ് പൊതു അപവാദങ്ങൾ IPCയിൽ ഏത് അധ്യായത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? പൊതു അപവാദങ്ങൾ IPCയിലെ ഏത് അധ്യായത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ചാപ്റ്റർ 4 ചാപ്റ്റർ 4. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എക്സാം ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ നിങ്ങളുടെ മാർക്കും കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.